ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യാമെന്ന്. അപ്പം ഞാനിപ്പം രാവിലെ 5:30 ആയപ്പോൾ എണീറ്റു, പല്ല് തേച്ചു. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് യൂണിഫോം ഇടണം. എന്നിട്ട് എനിക്ക് പള്ളിയിൽ പോകണം. ഞാനിപ്പോഴും പള്ളിയിൽ പോകും. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ബാക്കിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ യൂണിഫോം. ഇപ്പോൾ ഞാൻ ഷാൾ ഇട്ടേക്കുവാണ്. അപ്പം ഇനിയൊന്നുമില്ല, ഇനി നേരെ പള്ളിയിലേക്ക് പോകണം. യൂണിഫോം ഇട്ടു, മുടി കെട്ടി. അങ്ങനെ ഗൈസ്, ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു. അവിടെ പിള്ളേരൊന്നും യൂണിഫോമൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ചെറുതായിട്ട് എനിക്കിങ്ങനെ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് എല്ലാവർക്കും കാണും. എനിക്കൊരു ഹോബിയാണത്. ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഞാനിങ്ങനെ ചിന്തിച്ച് അങ്ങ് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും. അതായത് ഈ യൂണിഫോം ഞാൻ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇടണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊന്നും ഇട്ടില്ല, എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇട്ടാൽ മതിയായിരുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് എനിക്കിപ്പോൾ ഉള്ളത്. പിന്നെ അതൊക്കെ മാറി. ഇനിയിപ്പം ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നു. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊന്നുമില്ല, ആദ്യത്തെ ദിവസമല്ലേ. പിന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള എൻ്റെ തയ്യാറെടുപ്പുകൾ നമുക്ക് കാണാം ഗൈസ്, വഴി കാണാം. നമ്മളിപ്പോൾ അടുക്കളയിലേക്ക് പോവാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നെയ്ച്ചോറും കോഴിയാണ് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ആദ്യത്തെ അല്ലല്ലോ, സോറി ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ആദ്യത്തെ ദിവസം തന്നെ ഫുൾ ലേറ്റ് ആട്ടോ ഗൈസ്. ഞാൻ വേഗം ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിത് കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പോവുകയാണ്. ഇനി നമുക്ക് സ്കൂളിൽ പോയിട്ട് വന്നിട്ട് കാണാം. ഗൈസ്, അമ്മ പോവാണ്. അപ്പം ഗൈസ്, ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നു. സ്കൂളിൽ പോയി ഡിവിഷനും എല്ലാം മാറി. ഇനി 9ലേക്കാണ് കേട്ടോ. ഞാൻ ടെക്സ്റ്റ് പുസ്തകം എല്ലാം കിട്ടി. ഇനി നോട്ട് പുസ്തകം വാങ്ങണം. പിന്നെ ഫ്രണ്ട്സ് എല്ലാവരും പോയി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പോയി. എന്നാലും നേരത്തെ ക്ലാസ്സിൽ പഠിച്ച് കുറച്ച് പഴയ ഫ്രണ്ട്സ് ഉണ്ട്. ഗൈസ്, ഞാൻ ചോറ് വീട്ടിൽ നിന്നാണ് കൊണ്ടുപോയത്. അപ്പം ഗൈസ്, ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി എനിക്ക് ഡ്രസ്സ് മാറണം. പിന്നെ കുറച്ച് പണികളുണ്ട്. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ രാവിലെ ആയിരുന്നപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ചടപടയെന്ന് പറഞ്ഞ് പോവുമായിരുന്നു. പിന്നെ അത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. ഇനി നമുക്ക് വഴിയെ കാണാം. അപ്പം ഗൈസ്, 4 മണിയായി. അപ്പം ചായ, നല്ല കട്ടൻ ചായ, നൂഡിൽസും ആട്ടോ ഞാൻ ഇപ്പം കഴിക്കുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ നൂഡിൽസും ചായയും എല്ലാം കുടിച്ചു കഴിഞ്ഞു. ഗൈസ്, എനിക്കിനി എൻ്റേതായ കുറച്ച് കുട്ടി പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം എനിക്ക് കാണിച്ചു തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് ഈ ഫോൺ അധികം യൂസ് ചെയ്യാൻ പറ്റില്ല വീഡിയോ ഒന്നും എടുക്കാനായിട്ട്. നല്ല രീതിക്ക് സ്റ്റോറേജും കൂടും, എന്നാൽ എനിക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല. ഏതായാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഗൈസ്, ഇതാട്ടോ, അധികം ഞാൻ കാണിക്കുന്നില്ല. ഇതാണ് എൻ്റെ റൂമിൻ്റെ അവസ്ഥ. അപ്പം ഞാനിതിപ്പം അടിച്ചു വാരിക്കൊണ്ടിരിക്കുവാണ്. ഇതൊക്കെ ഇനി ഓർഗനൈസ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. നിങ്ങൾ കണ്ടല്ലോ ഗൈസ്, ഇതാണ് എൻ്റെ വാടക വീട്ടിൽ ഇപ്പോഴത്തെ എൻ്റെ റൂം. ഗൈസ്, നല്ല മഴയാണ്. ഞാൻ കുളിച്ച് കഴിഞ്ഞപ്പോൾ
മാത്രമല്ല, ഇപ്പം നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഞാനൊക്കെ ഇപ്പോഴാണ് നോട്ട് പുസ്തകമൊക്കെ വാങ്ങിയത്. ടൈം ടേബിളൊക്കെ അറിഞ്ഞിട്ടാണ് ഞാൻ നോട്ട് പുസ്തകം വാങ്ങാറ്. അപ്പോൾ നോട്ട് പുസ്തകമൊക്കെ വാങ്ങി. അത് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് നോട്ട് പുസ്തകം, ഒരു പേര്, കുറച്ച് ടെക്സ്റ്റ് പുസ്തകം. ഞാൻ വേണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിൽ കുറച്ച് കാണിച്ചു തരാറ്. അപ്പം ഗൈസ്, ഫസ്റ്റ് തന്നെ എടുക്കാൻ പറ്റില്ല, നോട്ട് പുസ്തകമാണ് കേട്ടോ. ഞാൻ ചെറിയ നോട്ട് ബുക്കാണ് ഉപയോഗിക്കാറ്, ക്ലാസ്മേറ്റിൻ്റെ ആണ്. ഈ ചിത്രമൊന്നും നോക്കണ്ട. ഇങ്ങനെ 12 പീസാണ്. 12 പീസിന് 250 രൂപ. 250 അല്ലേ? ഓക്കെ, 250 രൂപയാണ്. 200 പേജിൻ്റെ നോട്ട് ബുക്കാണ് കേട്ടോ. ഇത് ഫുൾ സെറ്റായിട്ടാണ് കിട്ടുക. പിന്നെ 2 റോള്, അത്രയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് വേണ്ട നമ്മുടെ ടെക്സ്റ്റ് പുസ്തകമല്ലേ. ഞാനിനി 9ലേക്ക് എത്തിയല്ലോ, 9ലെത്തിയല്ലോ. അപ്പം ഫിസിക്സ് അതൊക്കെ 5ാം ക്ലാസ് തൊട്ടേ ഉണ്ട്. പക്ഷേ 9ലെത്തിയപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നു, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും. ഫസ്റ്റ് തന്നെ 13 പുസ്തകമുണ്ട്. ഇത് ഹിന്ദി, അങ്ങനെ കുറേ പുസ്തകമുണ്ട്. ഹിന്ദി, മലയാളം, 2 മലയാളം, ബയോളജി, പിന്നെ കെമിസ്ട്രി, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത്രയൊക്കെ ഞാൻ കാര്യമായിട്ട് വാങ്ങിയിട്ടുള്ളൂ. അപ്പം എല്ലാവരും പുസ്തകമൊക്കെ വാങ്ങിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെ സാധാരണ എല്ലാവരും വാങ്ങുന്നതാണ്. പ്രത്യേകിച്ചൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. സാധാരണ വേറൊരു സാധനം ഞാൻ വാങ്ങിയിട്ടില്ല. ഇതൊക്കെ തന്നെ. പിന്നെ ഒരു പിന്നും കൂടി വാങ്ങിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഇതൊക്കെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കുട്ടി ഡേ ഇൻ മൈ ലൈഫ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല, വലിയ വിശേഷമൊന്നുമില്ല. എല്ലാവരുടെയും വീട്ടിൽ സാധാരണ നടക്കുന്ന പോലെ തന്നെ ഉണ്ട് എനിക്കും ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഗൈസ്, ആദ്യമായിട്ടാണ് ഞാൻ ഈ ലോഗർ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ ഗൈസ്.